കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായി വീണ്ടും തെരച്ചിൽ. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് തെരച്ചിൽ പുനരാരംഭിച്ചത്. ഗംഗാവലിപ്പുഴയിൽ നാവികസേന ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ്. ഈശ്വർ മാൽപേ സംഘം ഉടൻ തെരച്ചിലിനിറങ്ങും. നാവികസേന മാർക്ക് ചെയ്ത സ്ഥലത്ത് അർജുന്റെ ലോറിയുണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ് ഇന്നത്തെ ദൗത്യമെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ 24നോട് പറഞ്ഞു. ഇന്നത്തെ തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു. മകനെ എങ്ങനെയെങ്കിലും എത്തിച്ചു തരണമെന്ന് അർജുന്റെ പിതാവ് പ്രേമൻ. എൻ്റെ മോനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇവിടെ എത്തിച്ചു തരണം. ഞങ്ങൾ ഓനെയും കാത്ത് എത്രയോ ദിവസം ഇവിടെ കാത്തു കൂത്തിരിക്കുക. മോൻ ഞങ്ങൾ ഇവിടുത്തെ ഒരു തൂണ. ഇതൊന്നും പറയാൻ കിട്ടുന്നില്ല. എൻ്റെ മോനെ മാത്രമേ ചിന്തയായിട്ട് മനസ്സിലെങ്ങനെ ഇരിക്കുക. ഞാൻ അർജുന് എന്ത് സംഭവിച്ചു എന്നറിയണമെന്ന് സഹോദരി അഞ്ജു പറഞ്ഞു. കയറ് കിട്ടിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം ഹസ്ബൻഡ് വിളിച്ചപ്പോൾ പറഞ്ഞ 100% അവിടെ തന്നെയാണെന്നുള്ള ഒരു സ്ഥിരീകരണമാണ് പറയാൻ കഴിഞ്ഞത്. ഇന്നത്തെ നിർത്തിയാലും ഇനിയിപ്പോൾ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ തന്നെ തുടരുന്നതാണ്. ഇനിയിപ്പോൾ എന്താണ് ലോറിയെങ്കിലും കണ്ടുപിടിക്കുന്നവരെ ഇത് നിർത്തൂല എന്നുള്ളൊരു. ഷിരൂരിൽ നിന്നും വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയും ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നു. ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, തെരച്ചിൽ തുടങ്ങിയോ? എന്തൊക്കെയാണ് അതിന്റെ പുരോഗതി? വേണു, ഇന്നും വിപുലമായിട്ടുള്ള തെരച്ചിലാണ് ഗംഗാവലിപ്പുഴയിൽ നടക്കുന്നത്. നാവികസേന, ഈശ്വർ മാൽപേ, അതോടൊപ്പം തന്നെ NDRF, SDRF സംഘങ്ങളും നിലവിൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഒരു പ്രത്യേകതയുള്ളത്, NDRFന്റെ 2 ഡൈവർമാർ കൂടി ഇന്ന് പുഴയിലിറങ്ങി പരിശോധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. NDRF കഴിഞ്ഞ ദിവസം അവർ ഇവിടെ തെരച്ചിലിന്റെ ഭാഗമായിരുന്നെങ്കിലും അവർ പുഴയിലിറങ്ങി പരിശോധിച്ചിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് NDRF ഇന്ന് അവർ ഡൈവ് ചെയ്യും. അവരുടെ 2 മുങ്ങൽ വിദഗ്ധരെ അവരിന്ന് എത്തിച്ചിട്ടുണ്ട്. NDRFും ഇന്ന് ഡൈവ് ചെയ്യും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. നാവികസേന 2 സംഘം, അതായത് 2 മുങ്ങൽ വിദഗ്ധർ നാവികസേനയും ഇന്ന് ഡൈവ് ചെയ്യും. ഈശ്വർ മാൽപേയും അല്പസമയത്തിനകം ഗംഗാവലിപ്പുഴയിൽ അദ്ദേഹത്തിന്റെ തെരച്ചിൽ ആരംഭിക്കും. ഇന്ന് പ്രധാനമായും വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നാവികസേന മാർക്ക് ചെയ്തിട്ടുള്ള, അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയിലെ തടി കെട്ടിയിട്ടുള്ള കയറും ലോഹഭാഗവും കണ്ടെത്തിയിട്ടുള്ള മാർക്ക് ചെയ്ത പോയിന്റ് 1, പോയിന്റ് 2 സറൗണ്ടിലാണ് ഇന്ന് പ്രധാനമായും തെരച്ചിൽ നടക്കുക. അവിടെ അതിൻ്റെ അടിത്തട്ടിൽ മണ്ണിനടിയിൽ ലോറി ഉണ്ട് അതാണ് പ്രതീക്ഷ എന്നാണ് നേരത്തെ ഈശ്വർ മാൽപേ പറഞ്ഞത്. നാവികസേനയുടെയും ഒരു വിലയിരുത്തൽ അവിടെ തന്നെ അതാണ് പോയിന്റ് എന്നവർ ഏകദേശം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പ്രധാനമായും തെരച്ചിൽ നടക്കുക. ഇന്ന് അല്പം ഈ പുഴയുടെ, നമുക്ക് ഗംഗാവലി പുഴയുടെ ഒരു ദൃശ്യങ്ങൾ കണ്ടാൽ അല്പം ഒന്ന് കലങ്ങി മറിഞ്ഞതുപോലെ നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ അണ്ടർ വാട്ടർ വിസിബിലിറ്റി എങ്ങനെയാണെന്ന കാര്യത്തിൽ നേവിയുടെ ഒരു പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും അവർ അതിന് വിസിബിലിറ്റി അല്പം കുറഞ്ഞാലും അത് മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ഹൈ വിസിബിലിറ്റി തെളിയിപ്പിക്കുന്ന ടോർച്ചുകൾ ഉൾപ്പെടെ ലൈറ്റുകൾ ഉൾപ്പെടെ അവർ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പ്രതിസന്ധികളെ മറികടക്കാനാകും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നുള്ളത് ഈ പുഴയ്ക്ക് അടിത്തട്ടിലുള്ള വലിയ മണ്ണിന്റെ സാന്നിധ്യം, വലിയ കല്ലുകൾ, അതോടൊപ്പം തന്നെ ഒരു മരം തന്നെ ഈ പുഴയുടെ അടിത്തട്ടിൽ ഇവർ മാർക്ക് ചെയ്ത സ്പോട്ടിലുണ്ട് എന്ന് ഈശ്വർ മാൽപേ പറഞ്ഞിരുന്നു. ആ മരം നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് ഈ ക്രെയിൻ സംവിധാനം എത്തിക്കുന്നുണ്ട്. അത് ഇന്നലെ നമ്മൾ കാർവാറിൽ കണ്ടിരുന്നു. കാർവാറിൽ പാലം തകർന്ന ഇടത്ത് ലോറി ഉയർത്താൻ ഉപയോഗിച്ചിരുന്ന കുറച്ചുകൂടി സാങ്കേതിക സംവിധാനമുള്ള ക്രെയിൻ ഇന്ന് എത്തിക്കുന്നുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് മരം നീക്കം ചെയ്യും എന്നതാണ് നിലവിൽ ഇപ്പോൾ ദൗത്യ സംഘം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മണ്ണ് നീക്കം ചെയ്യണമെങ്കിൽ ഡ്രഡ്ജിങ് സംവിധാനം എത്തിക്കണം, ഡ്രഡ്ജർ എത്തിക്കണം. അത് ഗോവയിൽ നിന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കും. തിങ്കളാഴ്ച അത് എത്തിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ വൈകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച അത് എത്തുമോ എന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് ഒരു വ്യക്തതയില്ല. പക്ഷേ ദൗത്യ സംഘം ഒരുപോലെ പറയുന്നത് മണ്ണ് നീക്കം ചെയ്യാതെ ഇതിൻ്റെ അടിത്തട്ടിലുള്ള പരിശോധന സാധ്യമാവില്ല എന്നതാണ് എന്തായാലും പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് NDRF സംഘം കൂടി ഇപ്പോൾ ഗംഗാവലി പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരുടെ 2 ഡൈവർമാർ ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവർ കൂടി ഇന്ന് പുഴയിലിറങ്ങി, അതായത് പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധിക്കും. ഒറ്റ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും, അതായത് പോയിന്റ് 1, പോയിന്റ് 2 അത് സറൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത പോയിന്റ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട തെരച്ചിൽ. ഈശ്വർ മാൽപേയും കേന്ദ്രീകരിക്കുക അവിടെ തന്നെയായിരിക്കും. ഈശ്വർ മാൽപേയോടൊപ്പം ഈശ്വർ മാൽപേ ഉൾപ്പെടെ 3 അംഗ സംഘം, അവരുടെ മാൽപേ സംഘത്തിന്റെ ഭാഗമായി മുങ്ങൽ വിദഗ്ധരുമുണ്ട്. അതിലൊരു മലയാളിയും ഉണ്ട് എന്നതും നമ്മൾ ഇന്നലെ കണ്ടതാണ്. അവർ കാർവാറിലെ ദൗത്യത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. ഇന്നലെ കാർവാറിൽ ഉണ്ടായിരുന്ന ഈ ലോറി ഉയർത്തുന്നതിന് വേണ്ടി
ഉണ്ടായിരുന്ന മുഴുവൻ മിഷനറികളും അവരുടെ മുഴുവൻ സംവിധാനങ്ങളും ഇന്ന് ഇവിടെ എത്തിക്കും എന്ന് ജില്ലാ പോലീസ് മേധാവിയും ജില്ലാ കളക്ടറും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ളൊരു തെരച്ചിൽ ഇന്ന് നടക്കുന്നുണ്ട്. പക്ഷേ പ്രതിസന്ധി ഈ പുഴയുടെ അടിത്തട്ടിലുള്ള മണ്ണാണ്. ഡ്രഡ്ജിംഗ് സംവിധാനം ഉടൻ എത്തിച്ച് അത് നീക്കം ചെയ്യാതെ എത്രത്തോളം നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ലോറി കണ്ടെത്തുക, അർജുൻ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ഡ്രഡ്ജിംഗ് ഉടൻ നടത്തണമെന്ന് തന്നെയാണ് ദൗത്യസംഘം പറയുന്നത്. പക്ഷേ എന്തായാലും നേവിയുടെയും അതോടൊപ്പം തന്നെ NDRF, SDRF, ഈശ്വർ മാൽപ്പെ അങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടി ഈ ഗംഗാവലി പുഴയിൽ ഇന്നും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. വേണു, അരുൺ, ഈ കാലാവസ്ഥ എങ്ങനെയാണ് അവിടെ? വേണു, കാലാവസ്ഥ അനുകൂലമാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴയുടെ ഒരു സൂചന പോലുമില്ല. ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് രാവിലെയോ അങ്ങനെയൊന്നും മഴ പെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പൂർണ്ണമായി അനുകൂലമാണ്. നേരത്തെ പുഴയുടെ അടിയൊഴുക്ക് 2 നോട്ട്സ് തന്നെയാണെന്ന് നാവികസേന അവരുടെ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാലാവസ്ഥയില്ല. പക്ഷേ നേവിയുടെ സംഘം പറയുന്ന ഒരു പ്രശ്നം എന്നുള്ളത് പുഴ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കുറച്ച് കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ അതായത് അടിത്തട്ടിൽ ഈ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നം വരുമോ എന്ന കാര്യം മാത്രമാണ് ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. പക്ഷേ അത് കാര്യമായ ഒരു തടസ്സമാകില്ല എന്ന് ദൗത്യസംഘം പറയുന്നുണ്ട്. NDRFന്റെ ഉൾപ്പെടെ ഇവിടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അതൊരു വലിയ തടസ്സമാകില്ല എന്നവർ പറയുന്നുണ്ട്. കാലാവസ്ഥ എന്തായാലും പൂർണ്ണമായും അനുകൂലമാണ്. തെരച്ചിലിന് എല്ലാ തരത്തിലും അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ നിലവിൽ ഈ ഗംഗാവലി പുഴയിലുണ്ട് അല്ലെങ്കിൽ ഷിരൂരിലുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഴയുടെ മുന്നറിയിപ്പില്ല. എന്തെങ്കിലും മുന്നറിയിപ്പ് നിലവിൽ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ വിപുലമായിട്ടുള്ള തെരച്ചിൽ നടപടികളിലേക്ക് കടക്കും. നമ്മൾ നേവി മാർക്ക് ചെയ്ത ആ സ്പോട്ടിലാണ്. ആ സ്പോട്ടാണ് വളരെ പ്രധാനം. നമ്മൾ നേരത്തെ അതിൻ്റെ ഈ ലോറിയിലുണ്ടായിരുന്ന തടി കെട്ടിയ കയർ ഉൾപ്പെടെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. ഒരു 30 മീറ്റർ ചുറ്റളവ് അത് വളരെ നിർണായകമാണ്. ഏകദേശം ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പറയുന്ന അനുസരിച്ച് അതായത് ആ സ്പോട്ട് എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. അതിന് അടിത്തട്ടിൽ തന്നെയാണ് ലോറി ഉണ്ടാവുക എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും ദൗത്യ സംഘം ഉള്ളത്. ഇന്ന് കൂടുതൽ ഡൈവർമാർ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NDRFന്റെ 2 ഡൈവർമാർ കൂടി ചേരുന്നു. ഈശ്വർ മാൽപ്പെ സംഘത്തിന്റെ 3 ഡൈവർമാരുണ്ട്. അതോടൊപ്പം നാവികസേനയുടെ 2 മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുണ്ട്. നാവികസേന ഇന്ന് കൂടുതൽ സംവിധാനങ്ങളോട് കൂടിയാണ് എത്തിയിട്ടുള്ളത്. അവർ ഈ മണ്ണിനടിയിലുള്ള ഇത്തരം സാന്നിധ്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിഫ്ലക്റ്റഡ് സംവിധാനങ്ങൾ അവർ ഇന്ന് എത്തിച്ചിട്ടുണ്ട്. അതും ഇവർക്ക് മുകളിൽ ബോട്ടിൽ ഇരുന്നു കൊണ്ട് അത് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനങ്ങൾ അവരുടെ പക്കൽ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും സാന്നിധ്യം കണ്ടെത്തിയാൽ ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കൂടുതൽ ഊർജിതമായ തെരച്ചിൽ നടത്താൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഈ ഡ്രഡ്ജിംഗ് നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം ഈ നാവികസേനയും ഈശ്വർ മാൽപ്പെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അവരുടെ തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം അവർ വ്യക്തമാക്കിയ കാര്യം ഇതാണ്. അതായത് ഈ മണ്ണ് നീക്കം ചെയ്യാതെ അതിനെ ആഴത്തിലുള്ളൊരു പരിശോധന, അടിത്തട്ടിലുള്ളൊരു പരിശോധന, ഈ ലോറിയിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് സാധ്യമാവില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് മിഷൻ എന്ന് എത്തുമെന്ന കാര്യത്തിൽ നിലവിൽ എന്തായാലും ഒരു വ്യക്തതയില്ല. തിങ്കളാഴ്ച എത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറയുന്നുണ്ട്. പക്ഷെ അതിന് പല കടമ്പകളുണ്ട്. കാരണം അത് സീ റൂട്ടിലൂടെയാണ് അവർ എത്തിക്കുക എന്നതാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഇപ്പോൾ നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് അത്തരത്തിൽ ഈ സീ റൂട്ടിലൂടെ എത്തിക്കണമെങ്കിൽ തന്നെ അതിന് സാങ്കേതികമായ ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ ഈ സീ റൂട്ട് മാപ്പ് ഉൾപ്പെടെ നിലവിൽ ഈ പോർട്ടിൽ അയച്ചത് അതിൻ്റെ അംഗീകാരം ഉൾപ്പെടെ ലഭിക്കണം. ഇവിടെ നമുക്കറിയാം ഈ ഗംഗാവലി പുഴയും അതോടൊപ്പം തന്നെ കടലും സംഗമിക്കുന്ന അഴിമുഖമുണ്ട്. ആ അഴിമുഖത്ത് സീ ലെവൽ പൊതുവെ കുറവാണ് എന്നതാണ് അവിടുത്തെ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം ഇടത്തിലൂടെ കൂടി ഈ ഡ്രഡ്ജർ സംവിധാനം എത്തിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷേ നേരത്തെ കാർവാർ MLA ഒക്കെ പറഞ്ഞത് അവർ അതിലുള്ള പ്രാഥമിക പരിശോധനകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. 2 പാലങ്ങളുണ്ട്. ആ പാലങ്ങളും ഒരു തടസ്സമാകില്ല എന്ന് കാർവാർ MLA പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആ പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ സാങ്കേതിക നടപടിക്രമങ്ങൾ വൈകും എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും നേരത്തെ ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരുമായൊക്കെ നമ്മുടെ സംഘം സംസാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അനൗദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ജില്ലാ ഭരണകൂടം അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തിങ്കളാഴ്ച തന്നെ ഡ്രഡ്ജിംഗ് നടത്താൻ സാധിക്കുമെന്നാണ്. ദൗത്യ സംഘം പറയുന്നത് പോലെ ഡ്രഡ്ജിംഗ് ഉടൻ തന്നെ നടത്തി ആ മണ്ണ് നീക്കം ചെയ്താൽ നമുക്കൊരു വളരെ ക്ലാരിറ്റിയോടെ
ഇന്നത്തോടെ തന്നെ ലോറി അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ആ ദൗത്യത്തിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കും എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അർജുനായുള്ള തിരച്ചിൽ വ്യാപകമാണ്. NDRFന്റെ 2 ഡൈവർമാർ കൂടി ഇന്ന് എത്തിയിരിക്കുന്നു. കൂടാതെ നാവികസേനയുടെ 2 മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. അവർ കൂടുതൽ ഉപകരണങ്ങളുമായാണ് ഇന്നിപ്പോൾ തിരച്ചിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈശ്വർ മാൽപ്പയുടെ 3 അംഗ സംഘവും അല്പസമയത്തിനകം ഈ ദൗത്യത്തിൽ പങ്കാളിയാകും. ശ്രീനാഥ് ചന്ദ്രനും ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ശ്രീനാഥ്, ഈശ്വർ മൽപ്പെ സംഘം എപ്പോഴാണ് ഇതിന്റെ ഭാഗമാകുക? കൂടാതെ മനാഫും ജിതിനുമൊക്കെ പങ്കുവയ്ക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വേണു, ഞാനിപ്പോൾ ശിരൂരിലെ ഈ തെരച്ചിൽ നടക്കുന്ന മേഖലയ്ക്ക് തൊട്ടടുത്താണുള്ളത്. കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത, അതായത് 14-ാം തീയതി മാർക്ക് ചെയ്ത ഈ 2 മേഖലകളുണ്ട്, 2 പോയിന്റുകളുണ്ട്. ഒരു പോയിന്റിലാണ് ഇപ്പോൾ നേവി സംഘം അവിടെ ഡൈവിംഗ് തുടങ്ങിയിട്ടുള്ളത്. അവിടെ 2 നേവി ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡൈവിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 തവണ അവർ താഴെ പോയി മുകളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ചില പരിശോധനകൾ കൂടി നേവി നടത്തുന്നുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നേവിയോടൊപ്പം തന്നെ NDRFും ഇന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ NDRFും ഈ തെരച്ചിലിന് വേണ്ടി, ഡൈവിങ്ങിന് വേണ്ടി ഇന്ന് മുന്നിട്ടിറങ്ങുന്നുണ്ട്. NDRFന്റെ 2 പേരാണ് ഡൈവിങ്ങിനായി എത്തിയിട്ടുള്ളത്. പക്ഷേ NDRFന്റെ 2 ബോട്ടുകൾ ഇങ്ങോട്ട് എത്തിയെങ്കിലും നേരത്തെ മാർക്ക് ചെയ്ത ആ 2 പോയിന്റുകൾക്ക് അപ്പുറത്ത് മറ്റൊരു മേഖലയിലേക്കാണ് അവർ ഇപ്പോൾ പോയിട്ടുള്ളത്. കുറച്ച് മാറി, ഏതാണ്ട് 50 മീറ്റർ മാറിയുള്ള മറ്റൊരിടത്തേക്കാണ് NDRFന്റെ സംഘം ഇപ്പോൾ പോയിട്ടുള്ളത്. അവർ അവിടെ ഡൈവ് ചെയ്യും എന്നതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഇന്നിപ്പോൾ ഡൈവിങ്ങിന് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതുപോലെ ഈശ്വർ മാൽപ്പയുടെ സംഘവും ഇപ്പോൾ ആ മേഖലയിലേക്ക് പോകുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നേവി ഡൈവ് തുടങ്ങിയിട്ടുള്ള അതേ മേഖലയിൽ തന്നെയാകും ഈശ്വർ മാൽപ്പെ സംഘവും ഡൈവ് ചെയ്യുക. ഈ ഡൈവിങ്ങിന് മുന്നോടിയായി ഈ മേഖലയുടെ ഒരു സാഹചര്യം നേരത്തെ അവർ പരിശോധിച്ചതാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈശ്വർ മാൽപ്പെ പ്രധാന കൺസേണായി പറഞ്ഞത്, ഈ നദിയിൽ ഇപ്പോൾ വലിയ തോതിൽ ഈ അടിവശത്തുള്ള ഒഴുക്ക് കുറവാണ്, 2 നോട്ട്സിനും വളരെ താഴെയാണ്, കാലാവസ്ഥ ഏതാണ്ട് അനുകൂലമാണ്, മഴയുടെ സാഹചര്യം ഒന്നും തന്നെ ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഈ നദിയുടെ, ഗംഗാവലിയുടെ പ്രഭവ കേന്ദ്രങ്ങളിൽ ചിലയിടത്തൊക്കെ ശക്തമായ മഴ പെയ്തതുകൊണ്ട് നദി ഇങ്ങനെ കലങ്ങി ഒഴുകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കാഴ്ചയ്ക്ക് ഈ ഡൈവ് ചെയ്താലും താഴേക്ക് പോകുമ്പോൾ അവർക്ക് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അതിനെ മറികടക്കാനുള്ള ടോർച്ച് അടക്കമുള്ള സംവിധാനങ്ങൾ, പ്രത്യേകമായുള്ള സംവിധാനങ്ങൾ കൈവശമുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഈശ്വർ മാൽപ്പെ പ്രകടിപ്പിച്ചത്. ഏതായാലും അദ്ദേഹം കൂടി ഇപ്പോൾ ഡൈവിങ്ങിനായി മുന്നോട്ട് പോകുന്നുണ്ട്. താഴെ എത്തിയാലും അവർ കഴിഞ്ഞ ദിവസം നേരിട്ട പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരത്തിന്റെ സാന്നിധ്യമാണ്. ഒരു ആൽമരം അവിടെ ഉണ്ട് എന്നതാണ് ഈശ്വർ മാൽപ്പെ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത്. ആ ആൽമരം മാറ്റിയതിനു ശേഷം മാത്രമേ അതിന് താഴെയുള്ള മണ്ണ് മാറ്റി അർജുന്റെ ലോറി പുറത്തെടുക്കാൻ കഴിയൂ. അങ്ങനെയെങ്കിൽ ആൽമരം ഇന്നിപ്പോൾ മാറ്റാനുള്ള നടപടിയാണ് ഏറ്റവും ഒടുവിൽ പുരോഗമിക്കുന്നത്. ഈശ്വർ മാൽപ്പെ പറഞ്ഞത് 11 മണിയോടെ ക്രെയിൻ എത്തിക്കും എന്നതാണ്. അത് വൈകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം കാളി നദിയിൽ നിന്ന് ലോറി പൊക്കിയെടുത്ത അതേ ക്രെയിനുകൾ തന്നെയാകും ഇവിടെയും എത്തുക. ആ ക്രെയിൻ എത്തുന്നതിന് വലിയ തടസ്സങ്ങളൊന്നുമില്ല. ആ ഓപ്പറേഷൻ ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നടത്തും എന്നതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആൽമരം ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയതിനു ശേഷമായിരിക്കും കൂടുതൽ ആ മേഖലയിൽ തിരച്ചിൽ നടത്താൻ കഴിയുക. കഴിഞ്ഞ ദിവസം കയറടക്കമുള്ള ചിലത് കണ്ടെത്തിയെങ്കിൽ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തി ഇവിടെ തന്നെയാണ് ലോറി എന്നുള്ള കാര്യം ഉറപ്പിക്കാനാകും ഇന്നത്തെ പ്രധാനപ്പെട്ട ശ്രമം. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പുരോഗതി. നിലവിലെ സാഹചര്യത്തിൽ മരം മാറ്റിയാലും വലിയ തോതിൽ മല പുലർന്ന് അടിഞ്ഞു കിടക്കുന്ന വലിയ തോതിലുള്ള മണ്ണുണ്ട്. അത് മാറ്റിയാൽ മാത്രമേ ലോറി അവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി കഴിയൂ. അത് ഏതായാലും ഡൈവർമാരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. അവർക്ക് ഈ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തതിനപ്പുറത്തേക്ക് മണ്ണ് മാറ്റി ലോറിയിലേക്ക് എത്താൻ അവർക്ക് കഴിയില്ല. അവിടെയാണ് ഡ്രഡ്ജറിന്റെ ആവശ്യമുള്ളത്. നേരത്തെ കേരളത്തിൽ നിന്ന് എത്തിക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് ഇത്രയും കേപ്പബിൾ ആയ ഒരു ഡ്രഡ്ജർ അല്ല എന്ന കാര്യം വ്യക്തമായതാണ്. പിന്നീട് ഇപ്പോൾ ഗോവയിൽ നിന്ന് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയോടെ എത്തുമെന്ന് പറയുന്നു. ഗോവ മന്ത്രിയുമായി, തുറമുഖ വകുപ്പ് മന്ത്രിയുമായി ഇന്നും നമ്മൾ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാനുണ്ട് എന്നതാണ് പറഞ്ഞത്. കിട്ടിയാൽ ഉടനെ അദ്ദേഹം ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് തരുന്നത്. കിട്ടിയാൽ ഉടനെ ഇങ്ങോട്ട് ഡ്രഡ്ജർ അയക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും തന്നെ അദ്ദേഹം പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഡ്രഡ്ജർ എത്തി മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ തെരച്ചിൽ ഒരു കാര്യമായ പുരോഗതി ഉണ്ടാകും. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഈ പോയിന്റ് 2-നടുത്ത് വെച്ചാണ് അദ്ദേഹം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി ഇറങ്ങും എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹവും ഇതിനു വേണ്ട ഉപകരണങ്ങളൊക്കെ ആയി ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ 3 സംഘങ്ങൾ, ചുരുക്കം പറഞ്ഞാൽ 3 സംഘങ്ങൾ തെരച്ചിൽ നടത്തുന്നു. ഞാൻ ഇപ്പോൾ ദൃശ്യങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. NDRFന്റെ സംഘങ്ങൾ 2 ബോട്ടുകളായി എത്തിയത് അവർ ഇപ്പോൾ 2 ഭാഗത്തേക്ക് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതാണ്ട് ഈ നേവി തെരച്ചിൽ നടത്തുന്ന പോയിന്റിന് അടുത്ത് നിന്ന് ഏതാണ്ട് 40 മീറ്റർ മാറി 2 വശങ്ങളിലേക്ക് ഇപ്പോൾ NDRFന്റെ സംഘം. ശരി, ശിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും അരുൺ പൂപ്പറമ്പയുമാണ് വിവരങ്ങൾ നൽകുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘം, NDRF സംഘം, നേവി സംഘം ഇവർ അർജുനായുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇടവേള.